ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇപ്പം ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം അത്യാവശ്യം മാർക്കറ്റ് ഒരു ക്രാഷിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് 126Kയിൽ നിന്ന് നമുക്കൊരു 96ലേക്ക് ബിറ്റ്കോയിൻ ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു സപ്പോർട്ട് ലൈനിൽ, ഈ ഒരു സപ്പോർട്ട് ലൈനിലാണ് ഇപ്പം നിൽക്കുന്നത്. വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇനിയൊന്ന് താഴോട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ലൈനിൽ നമുക്ക് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാൻ ആണ് ചാൻസ് കൂടുതൽ. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ നമുക്ക് ഈ ട്രംപിൻ്റെ താരിഫ് കാരണം കുറച്ച് അറിയാമല്ലോ, മാർക്കറ്റ് നല്ല രീതിയിൽ ഇടയ്ക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഈ താരിഫ് ഏർപ്പെടുത്തിയത് കാരണം അമേരിക്കയ്ക്ക് കിട്ടിയ എമൗണ്ട്, അതായത് നല്ല രീതിയിലുള്ള നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫണ്ട് അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ യുവാക്കൾക്കും, അതായത് അവിടുത്തെ ജനങ്ങൾക്ക് വീതിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏതാണ്ട് ഒരാൾക്ക് ഏതാണ്ട് $2000 ഏകദേശം കിട്ടുന്ന രീതിയിൽ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അത് ഈ നവംബർ മാസം തന്നെ അത് കൊടുത്തു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പേ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പേ ഈ നവംബർ മാസം ഇപ്പം കൊടുത്തു തുടങ്ങുന്നത് ഇതേ രീതിയിൽ ഗവൺമെൻറ് സർക്കാർ ഈ ജനങ്ങൾക്ക് ഫണ്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോവിഡ് ക്രാഷ് വന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നിങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് കോവിഡ് ക്രാഷ് വന്ന സമയത്തെന്ന് പറഞ്ഞാൽ 2020. ഓക്കെ, 2020 കോവിഡ് ക്രാഷ് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു റേഞ്ചിൽ 2020 ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2020 ശേഷം 2020 നമുക്ക് ഈ ഫണ്ട് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് പമ്പായത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ബിറ്റ്കോയിൻ ഏതാണ്ട് നല്ലൊരു ഹൈയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗവൺമെൻറ് ഫണ്ട് കൊടുത്തതിന് ശേഷം. അപ്പം ഇപ്പോൾ ആ ഒരു അത്രയും ഒരു ഹൈയിലോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം എമൗണ്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ എമൗണ്ടാണ്. കോവിഡ് ക്രാഷിന് കൊടുത്ത പോലുള്ള ഒരു വലിയ എമൗണ്ട് അല്ല. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു നമ്മൾ ഡൗൺ ട്രെൻഡ് ഏകദേശം ക്ലോസ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് ബിറ്റ്കോയിൻ ഒരു മുകളിലോട്ടൊരു ബുൾ റൺ ഒരു ലാസ്റ്റ്, അതായത് നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കുമ്പം തന്നെ അറിയാം. ഓക്കെ, അപ്പം ഇവിടുന്ന് ഒരു 4-5ാമത്തെ ഒരു ഹൈപ്പും കൂടെ മുകളിലോട്ട് വന്നതിന് ശേഷം, ഒരു ഹൈയും കൂടെ മുകളിലോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു നല്ല രീതിയിലുള്ളൊരു താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനുള്ളിൽ നമുക്ക് ആൾക്കോയിൻ നല്ല രീതിയിൽ പമ്പാവും. ഓക്കെ, അപ്പം പലരും പറയുന്നു ആൾക്കോയിൻ ഇനി തിരിച്ച് വരാൻ സാധ്യതയില്ല. അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ആൾക്കോയിൻ കൺഫേം നല്ല കോയിൻസ് അല്ല, അതായത് ഇതായിപ്പോയ കോയിൻസ് അല്ല, നല്ല ഫണ്ടമെൻ്റലി നല്ല കോയിൻസ്, അതേ രീതിയിൽ നല്ല പ്രോജക്റ്റും കാര്യങ്ങളുള്ള നല്ല കോയിൻസ് എല്ലാം നല്ല രീതിയിൽ പമ്പാവും. ഇവിടുന്ന് പല കോയിൻസും ചിലപ്പം 50 അല്ലെങ്കിൽ നല്ല ഒരു 100x ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് പല കോയിൻസും. അപ്പം നിങ്ങൾ നല്ല കോയിൻസ് നോക്കി വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങി വെച്ചോ, ആവറേജ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആവറേജ് ചെയ്ത് വെച്ചോ. അപ്പോൾ കോയിൻസ് നല്ല കോയിൻസ് പമ്പാവും, കൺഫേം പമ്പാവും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.